നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൽ അർജൻറ്റീന നാളെ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാൻ ഇറങ്ങുകയാണ്. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം ബുധനാഴ്ച രാവിലെ 6:30 ആ കളി. അൾജീരിയയാണ് എതിരാളികൾ. ആ കളിക്ക് ഇറങ്ങുന്നതോടുകൂടി ലയണൽ മെസ്സി വേൾഡ് കപ്പിൽ 6ാമത്തെ വേൾഡ് കപ്പിന് ഇറങ്ങുന്ന താരം എന്നുള്ള റെക്കോർഡിലേക്ക് എത്തും. പിന്നാലെ ക്രിസ്ത്യാനോ റൊണാൾഡോ അവരുടെ പോർച്ചുഗലിൻ്റെ കളിയോടുകൂടി അതിലേക്ക് എത്തും. എന്നാൽ നിലവിലേക്ക് ലയണൽ മെസ്സി തൊട്ടരികെ നിൽക്കുന്ന മറ്റൊരു റെക്കോർഡുണ്ട്. അത് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളടിച്ച താരമെന്ന റെക്കോർഡാണ്. ഇപ്പോൾ ആ റെക്കോർഡുള്ളത് ജർമ്മൻ ഇതിഹാസം മിറോസ്ലാവ് ക്ലോസയുടെ പേരിലാണ്. 16 ഗോളുകളാണ് അദ്ദേഹം വേൾഡ് കപ്പുകളിൽ നേടിയിട്ടുള്ളത്. എന്നാൽ തൊട്ട് പുറകിലുണ്ട് ലയണൽ മെസ്സി. 13 ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഇപ്പോൾ രണ്ടാമത് എന്തായാലും ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡോയാണ്. റൊണാൾഡോയുടെ പേരിൽ 15 ഗോളുകളാണ്. മെസ്സിക്ക് ഇപ്പോൾ 13 ഗോളുകളുണ്ട്. ഈ വേൾഡ് കപ്പിൽ അദ്ദേഹം ഒരു 3 ഗോൾ അടിച്ചാൽ ക്ലോസയ്ക്ക് എത്തും. 4 ഗോൾ അടിച്ചാൽ അദ്ദേഹത്തിന് ആ റെക്കോർഡ് സ്വന്തമാക്കാനും പറ്റും. അതേസമയം കിലിൻ എംബാപ്പയെ പോലുള്ളവരും ഇത്തവണ വേൾഡ് കപ്പിൽ ആ റെക്കോർഡ് ലക്ഷ്യം വെച്ച് വരുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ മിറോസ്ലാവ് ക്ലോസെ നിലവിൽ ആ റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളയാൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ലയണൽ മെസ്സിക്കാണ് ഞാൻ സ്വാഗതം അരുളുന്നത്. ഈ റെക്കോർഡ് തകർക്കാൻ ഞാൻ അദ്ദേഹത്തെയാണ് ക്ഷണിക്കുന്നത്. അദ്ദേഹം തകർക്കട്ടെ. കാരണം എന്താണെന്നറിയോ, ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയ ഫാനാണ്. അതെല്ലാം ഇപ്പോഴും അകലെയായിരിക്കും. ഞാനൊരു മെസ്സി ഫാനാണ്. മെസ്സി എൻ്റെ റെക്കോർഡ് തകർക്കുക എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നത്, ഇനി മെസ്സിയാണോ മറ്റാരെങ്കിലും ആണോ എന്നുള്ളതല്ല, ഈ വേൾഡ് കപ്പിൽ കൂടുതൽ കളികൾ ഉള്ളതുകൊണ്ട് തൻ്റെ റെക്കോർഡ് തകർന്ന് വീഴാനുള്ള സാധ്യതയേറെയാണ്. ഈ വേൾഡ് കപ്പ് തന്നെ അത് തകരുന്ന അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നോക്കാം. ഐ ഹോപ്പ് മൈ റെക്കോർഡ് വിൽ ബി ബ്രോക്കൺ ഇൻ ദിസ് ടൂർണമെൻറ്റ്. ഈ ടൂർണമെൻറ്റിൽ തന്നെ എൻ്റെ റെക്കോർഡ് തകരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, കൂടുതൽ ടീമുകളുണ്ട്, കൂടുതൽ മത്സരങ്ങളുണ്ട്, അതുകൊണ്ട് കൂടുതൽ അവസരങ്ങളുണ്ട്, ഗോളടിക്കാനുള്ള അവസരങ്ങൾ വർദ്ധിക്കും. അർജൻറ്റീനയും ഫ്രാൻസും ഒരുപാട് ദൂരം മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ ഈ വേൾഡ് കപ്പിൽ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ മിറോസ്ലാവ് ക്ലോസെ പറയുന്നു. അതോടൊപ്പം ക്ലോസെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, മെസ്സി ഒരു ജീനിയസാണ്. മെസ്സി ജീനിയസാണ്. പിന്നെ സ്കലോനി അർജൻറ്റീനയുടെ കോച്ച് സ്കലോനി, എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനമാണ്. കാരണം ഞങ്ങൾ ഒരുമിച്ച് ലാസിയോയിൽ കളിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവിടെ സിറ്റിയൊക്കെ എനിക്ക് കൊണ്ട് നടന്ന് കാണിച്ചു തന്നതൊക്കെ സ്കലോനിയായിരുന്നു. ഞങ്ങൾ വളരെ നല്ല അടുത്ത സുഹൃത്തുക്കളാണ് എന്നുകൂടി മിറോസ്ലാവ് ക്ലോസെ പറയുന്നു. ഏതായാലും ഈ തവണ ആ വേൾഡ് കപ്പ് റെക്കോർഡ് ലയണൽ മെസ്സി സ്വന്തമാക്കുമോ? സ്വന്തമാക്കാൻ 4 ഗോളുകൾ വേണം. അത് നടക്കുമോ ഇല്ലയോ കാത്തിരുന്ന് കാണണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.